മാധുര്യമൂറുന്ന സുന്ദര സ്മൃതികൾ. കാതോർക്കാം ഇത്തിരി നേരം. ഓർമ്മത്താളുകൾ. ആത്മസംസ്കരണത്തിന്റെ നാളുകളാണ് പുണ്യ റമദാൻ. മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളിൽ നിന്നും അതിനെ മലിനമാക്കുന്ന തിന്മകളിൽ നിന്നും മനസ്സിനെ സംശുദ്ധമാക്കലാണ് സംസ്കരണം. ശത്രുവിനെ അതിജയിക്കുന്നവനല്ല ശക്തൻ, മറിച്ച് മനസ്സിനെ കീഴ്പ്പെടുത്തുന്നവനാണ് ശക്തൻ എന്ന് റസൂൽ പറഞ്ഞിട്ടില്ലേ? രമേശ് നാരായണൻ ഓർക്കുകയാണ്, റമദാൻ മാസത്തിലൊക്കെ എന്നെ പല ഇഫ്താറുകൾക്കും ക്ഷണിക്കാറുണ്ട്. കൂത്തുപറമ്പിലെ മറക്കാൻ പറ്റാത്തൊരു സുഹൃത്താണ് ജലീല്. അവന്റെ വീട്ടിൽ നോമ്പുകാലത്ത് വൈകുന്നേരങ്ങളിൽ പ്രത്യേക ക്ഷണിതാവായി പണ്ഡിറ്റ് രമേശ് നാരായണൻ പോകാറുണ്ടത്രേ. ചേട്ടന്റെ കൂടെ കുറച്ചു കാലം ഞാൻ മുംബൈയിലുണ്ടായിരുന്നു. അവിടെ ഖാൻ സാഹിബ് മുഹമ്മദ് ഹുസൈന്റെ കൂടെ 2 വർഷത്തോളം പഠിച്ചു. അദ്ദേഹം നല്ലൊരു സാരംഗി വിദഗ്ധനായിരുന്നു. നിരവധി ഇഫ്താർ വിരുന്നുകളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്നൊക്കെയാണ് അദ്ദേഹം ഓർക്കുന്നത്. നോമ്പ് നല്ലതാണല്ലേ, അപ്പം നല്ലതിനെ നമ്മൾ എപ്പോഴും സ്വീകരിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ